എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ? എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? നമുക്കിവിടെ ഓണത്തിൻ്റെ ആ ഒരു ദിവസത്തെക്കാട്ടും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ തലേന്ന് അന്നായിരുന്നു ചാരുവിൻ്റെ ചോറൂണ്. അപ്പം ബത്തേരി ഗണപതി അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ചോറൂണുണ്ടായിരുന്നത്. രാവിലെ ഒരു 11 മണിക്ക് ശേഷമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ചോറൂണിന് പോകണമായിരുന്നു. അതേപോലെ തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറികളൊക്കെ നുറുക്കി വെക്കണം, പൂവരിഞ്ഞ് വെക്കണം, പിന്നെ ഗുളികന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വരും. അങ്ങനെ കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നേ. രാവിലത്തെ പൂടലൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ചായ കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയിട്ടോ. ചാരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ചുവിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുത്തപ്പൻകാവിൽ അല്ല ഗുരുവായൂരാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് എക്സാം എന്തോ ആയിട്ട് ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. ഒന്നാമത് നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ തിരക്കായിരിക്കുമല്ലോ. അല്ലെങ്കിൽ അച്ചു കരഞ്ഞുകൊണ്ട് ഒരാളായിരുന്നു. അതിൻ്റെ പുറത്ത് അവിടെ ചെന്നിട്ട് നല്ല കരഞ്ഞ് അലമ്പാക്കിയിരുന്നു കേട്ടോ. പിന്നെ ചാരുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കരഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ. ചോറിനുമ്പോൾ നല്ല ഉഷാറായിട്ടിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നിച്ചൂട്ടിന് ചോറിനാൻ കൊണ്ടായിട്ടുണ്ടെന്ന് അന്ന് ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല. മുത്തപ്പൻകാവിൽ വെച്ചിട്ടായിരുന്നു. അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ചുവിനെ കണ്ടപ്പോൾ പിന്നെ അവൻ എന്നെ ഒന്നും വേണ്ട, അച്ചുവിൻ്റെ ഒക്കെ തന്നെയായിരുന്നു കേട്ടോ ഫുള്ള്. അവന് മക്കളാരെയും കളിക്കാൻ കിട്ടിയ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ തന്നെ ഉമ്മറത്ത് കൂടെ കുട്ടികൾ പോകുന്ന സമയത്ത് അവൻ എല്ലാവരും ഇങ്ങനെ വിളിക്കും കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവന് മക്കളെ. അപ്പോൾ വരുന്ന വരെ ഫുൾ ടൈം അച്ചുവിൻ്റെ കൂടെ തന്നെയായിരുന്നു. രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ്. ഇതാണ് കേട്ടോ, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ കുറേ ആയിട്ട് അവൻ്റെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റാറേ ഇല്ല. അപ്പോൾ ഏട്ടൻ എന്ത് ചെയ്തു, അമ്പലത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നിന്നെടുക്കുമ്പോൾ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടെ നിർത്തും. അവനവിടെ നിൽക്കില്ല. അവനിങ്ങനെ അങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്, ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കാണണം ഇത് കാണണം അങ്ങനെ ചുറ്റി നടക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഏട്ടൻ ആ ദൗത്യം ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴേക്കും കുട്ടിക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് മോക്കും ചോറുകൊണ്ട് കൊണ്ടിട്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ. നിച്ചൂട്ടൻ്റെ പിന്നെ ഏട്ടൻ കഴിഞ്ഞ ദിവസം വരുമ്പോൾ അവന് വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജീപ്പ് കുട്ടികളുടെ വണ്ടി ഉണ്ടല്ലോ, നമ്മൾ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ എടുത്തപ്പോൾ ആ ഷോപ്പിൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഓണത്തിന് വേണ്ടിയിട്ട് വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടന് ഓണത്തിന് ഇതിട്ടാൽ രസമല്ലേന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നതാണ്. ഞാൻ പാകം ഉണ്ടാവില്ലായിരിക്കുന്നത്. പക്ഷേ കറക്റ്റ് ഫിറ്റാണ്, എടുത്തു വെക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഇട്ട് നാശാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അത് അവനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കറക്റ്റ് പാകമായിട്ടാണ്. അപ്പം ചാരുട്ടിക്ക് മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുത്തു. നല്ല അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണം കൊടുത്തപ്പോൾ മാമൊക്കെ നല്ല സുഖമായിട്ട് അവളുണ്ട്. അത് നമ്മളെ എന്താ പറയുക, പായസം, ഉപ്പ്, പഞ്ചസാര അങ്ങനെ എല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം തന്നെ കഴിച്ചിട്ട് ഉപ്പ് കൊടുത്തപ്പോൾ ഡ്രെന്ന് പറഞ്ഞിട്ട് തുപ്പിക്കളഞ്ഞു. ബാക്കിയൊക്കെ മുകളിൽ കഴിച്ചോട്ടോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ചോറുണ്ട് കഴിഞ്ഞിട്ട് മോക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് അതിന് ശേഷം ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ ഇന്ന് ഭക്ഷണം അവിടെ നിന്നായിരുന്നു. ഓണത്തിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ മോക്ക് ചോറ് കൊടുത്തതും കൊണ്ട് അവിടെ ചെറിയൊരു സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ തലേന്നും കൂടെ അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടായിരുന്നു അന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൊടുത്തപ്പോഴും ചാരു നല്ല അനുസരണയോടെ കഴിച്ചു. അതിന് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു അവർ അന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഓണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. നമ്മളിവിടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും നമ്മളെല്ലാവരും കൂടി ഇവിടെ കഴിക്കുന്നത്. അപ്പം വൈകുന്നേരം ആയപ്പോഴാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ ചാരുവിൻ്റെ മുട്ടയൊക്കെ അടിച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചാരുവിൻ്റെ മുട്ട അടിച്ചു. ആദ്യം ഒരു പേടിയായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര കുഞ്ഞ് സ്കിന്നല്ലേ. നിച്ചുവിന് നമ്മൾ 1 വയസ്സിന് ശേഷമൊക്കെ ഇപ്പോൾ അടുത്തല്ലേ മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയുടെ അവിടെ അവർ അച്ചുവിനും അങ്ങനെ തന്നെയായിരുന്നു. ഓണം ചോറ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ അന്ന് വരുമ്പം ഗുരുവായൂരിൽ നിന്ന് മുട്ട അടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ചാരുവിനും മുട്ട അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നിച്ചൂട്ടനും ആഗ്രഹമല്ലേ. അപ്പം ആങ്ങളെയാണ്. അപ്പോൾ നിച്ചുവും പോയി കണ്ട ചോറ് കൊടുത്തപ്പോൾ അവൻ്റെ കൈ പിടിച്ച് കടിക്കുക കേട്ടോ. അവന് സന്തോഷമായി. ഞാനിങ്ങനെ ആലോചിക്കും ഭാവിയിൽ ചാരുവിൻ്റെയൊക്കെ എന്താ പറയുക കല്യാണമൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മത് നടത്തി കൊടുക്കാനുള്ള ഒരു ആങ്ങളെയാണ്. ആങ്ങളെ സ്ഥാനത്ത് നിന്നിട്ട് എനിക്ക് എന്താ കേട്ടോ പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വന്ന്. ഓരോ രസം കുറേ കഴിഞ്ഞ് ടി വിയുടെ കാണുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. പിന്നെന്തായിരുന്നു, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നേ, മുട്ട അടിച്ച കാര്യം. മുട്ട അടിക്കാൻ വേണ്ടിയിട്ട് നിച്ചുവിന് ട്രിമ്മർ വെച്ചത് കൊണ്ട് പെട്ടെന്ന് ചുടു കൊണ്ട് ഒരു 3-4 മിനിറ്റ് തന്നെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാരുവിന് ആ ട്രിമ്മർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും അവർക്ക് മുട്ടേനെ അടിക്കും. നമുക്ക് ട്രിമ്മർ ആകുന്ന സമയത്ത് കുറ്റിയായിട്ടല്ലേ വരുള്ളൂ. അപ്പം ഇത് നല്ല മുട്ട അടിച്ച ലുക്ക് വേണ്ടത് കൊണ്ട് ആ ഒരു നമ്മളെ റേസർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നല്ലോണം മുട്ട അടിച്ച് റെഡിയായി കൊടുത്തത്. ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് നിന്ന് വന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല. മുട്ടയടിക്കാനൊക്കെ നിന്ന് വന്നപ്പോൾ നമ്മൾ സുഖമായി. കുറച്ച് സമയം എടുത്തു, എന്നാലും മെല്ലെ എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു, പിന്നെ അതങ്ങ് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ കുറേ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അമ്പലത്തിൽ അത്യാവശ്യം ഓണത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിച്ചുവിനെ ഇതൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുനടക്കുന്നത്. നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി കുറേ നോക്കി. പക്ഷെ അവന് ഒരു രക്ഷയില്ല. അവനിങ്ങനെ
ഓടി ചാടി നടക്കണം. നിച്ചുവിന് ഇനി എന്താ ശരിക്കും ഗുരുവായൂരും കൂടെ കൊണ്ടുപോകാനുണ്ട്. അച്ഛമ്മേൻ്റെ ഒരു നേർച്ചയുണ്ട് ഗുരുവായൂരിക്ക് പോകേണ്ടിയിട്ട്. അവനെ കൊണ്ട് അന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഒരു യാത്ര തന്നെ പോയിട്ടുള്ളൂ. ഒന്ന് കിങ്ങിണീൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് മാഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവന് ചോറിനാനായിട്ട് പറശ്ശിനിക്കടവും പോയിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നാട്ടിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ കുഞ്ഞോളടുത്തൊന്നും പോയിട്ടില്ല. ഞാനൊരു പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മളെ അച്ഛൻ്റെ അമ്മേൻ്റെ തറവാട്ടിലേക്കൊന്നും പോയിട്ടേ ഇല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് വിചാരിക്കും. പക്ഷേ ഇവരെയും കൊണ്ട് ഇപ്പോൾ ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ പോയിട്ടായിരുന്നു കേട്ടോ. കുറച്ച് ദൂരെ പുൽപ്പള്ളി അമ്പലത്തിൽ പോയപ്പോൾ അവൻ അപ്പോഴേക്കും പകുതി വഴിയെത്തിയപ്പോഴത്തേക്കും അവൻ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ അവനെയും കൊണ്ട് എങ്ങനെ പോയിച്ചിട്ടാണ്. പക്ഷേ പോകണം എന്തായാലും ഒരു ദിവസം കുറച്ചും കൂടെ ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് രണ്ടുപേരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേ രണ്ടുപേരും ഡ്രസ്സ് നല്ല മാച്ചിങ് ഉണ്ടല്ലേ. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് ഈ ഡ്രസ്സ് തന്നെ അന്ന് ചെന്ന പാടെ അലക്കി എടുത്ത് വെച്ചു. അലക്കി പിറ്റേ ദിവസം ഓണത്തിന് അന്നെങ്കിലും അവൻ കുറച്ച് ഫോട്ടോയ്ക്ക് സമ്മതിക്ക് വെച്ചിട്ട് ഉച്ചയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. അവൻ അനുസരണയോടൊന്ന് കുറേ പേരുണ്ടായിരുന്നു അവന് കളിക്കാനൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എടുത്തപ്പം കുറേ ക്ലിക്കുകൾ കിട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂ എന്ന്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു സദ്യയായിരുന്നു. മിക്കവാറും നമ്മുടെ സദ്യേൻ്റെ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. എന്നിട്ട് നമുക്ക് ഒരുപാട് വൈകാൻ പറ്റില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഗുളികന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വരും. അപ്പം നമ്മളെ താഴെ ഒരു കാവുണ്ട്, അവിടെ കുറേ പേര് കൊടുക്കാനുണ്ടാവും ഗുളികന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളവിടെ നമ്മളെ ഈ ഒരു എന്താ പറയുക നമ്മളെ കുടുംബക്കാരുണ്ടല്ലോ അവിടും പിന്നെ കുറച്ച് ചുറ്റുവട്ടത്തുള്ള മൂന്നാല് വീട്ടുകാരുമാണ് തേങ്ങ മൂട്ടാൻ തരിക. അപ്പോൾ അതൊക്കെ കൊടുത്ത് പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ ഓണൊക്കെ ഭയങ്കര രസമായിരുന്നു. കുറേ പൂ പറിക്കാൻ പോകില്ല, അതേപോലെ തന്നെ ഇതൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. പക്ഷേ പണ്ടത്തെ രസം ഇപ്പോൾ കിട്ടണേ ഇല്ല. അതാലോചിക്കുമ്പോഴേ പറയുന്നത് ഇപ്പോൾ പറയില്ല ഒരു 90 കിഡ്സ് തന്തവൈബ് എന്നൊക്കെ പറയില്ലേ. പക്ഷേ പണ്ടത്തെ രസം ഇപ്പം അല്ല, സത്യമാണ്. തന്തവൈബൊക്കെ വന്നു തോന്നുന്നുണ്ട്. ആ ഒരു ഏജിലെ ഓണമൊക്കെ ഭയങ്കര രസമല്ലേ. ഇങ്ങനെ എവിടെയൊക്കെ പൂ പറിക്കാൻ പോകണു. ഇപ്പോൾ കണ്ടല്ലോ നമുക്ക് മുറ്റത്തുനിന്ന് അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പൂ പറിക്കാൻ പോകാൻ അവരെന്താ പറയുക അട്ട അടിക്കും തോന്നുക. അന്നൊന്നും എന്താ അട്ട ഉണ്ടായിരുന്നില്ലയോ, അന്നൊന്നും പേടിയില്ലായിട്ടാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഏതോ കിടക്കണ വയലിലൊക്കെ പോയിരുന്നു ഞാനും ചേച്ചിയും വാച്ചിച്ചിയും കൂടെ. കുറേ ദൂരെയാണ്. ആ കാട്ടുകൂടെയൊക്കെ പോയിട്ട് വയലൊക്കെ ഉണ്ട്, അവിടെ പോയിട്ടൊരു പൂക്കൾ കൊങ്ങിണി അതേപോലെ തന്നെ നമ്മുടെ എന്തായിരുന്നു കാക്കപ്പൂവില്ലേ, കാക്കപ്പൂവ് തുമ്പ അതൊക്കെ പറിച്ചുകൊണ്ട് വരുമായിരുന്നു. ഇപ്പോഴത്തെ ഓണത്തിൽ എനിക്ക് ഒരു ദിവസം പോലും ഞാൻ തുമ്പയോ കാക്കപ്പൂവോ കൊങ്ങിണി തൊട്ടിട്ടില്ല. ഏതൊരു ദിവസം കുറച്ച് കൊങ്ങിണി മുറ്റത്ത് പറിച്ചു തോന്നുന്നു ആ ഉമ്മർത്ത് കണ്ടപ്പം. അപ്പോൾ ഇത് കണ്ടോ, അതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഗുളികന്താറുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവർ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു. അങ്ങനെ ഞാൻ എന്തായിരുന്നു നമ്മൾ വന്നതിന് ശേഷം അവർ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഓണമൊക്കെ ഇങ്ങനെ എന്താ പറയുക നല്ല കുട്ടികളായിരിക്കുമ്പോൾ ഓണം ഭയങ്കര രസമാണ്. ഇപ്പം എല്ലാവർക്കും അറിയില്ല, നമ്മൾ ഈ ഒരു ഏജിലെത്തിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. അന്ന് നമുക്കത് തോന്നില്ല. പിന്നെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോവുക, കളിക്കുക, അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ നമുക്ക്. പൂവിടുക. എന്നിട്ട് അമ്മ പറഞ്ഞില്ല ഇപ്രാവശ്യം ഞാൻ പൂവിട്ടാൽ ലാസ്റ്റ് ആ ഒരു തിരുവോണത്തിന് എന്നാ വലിയ പൂട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ വീട്ടിലൊക്കെയുള്ള സമയത്ത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലൊക്കെ പൂ കൊണ്ടുപോയിട്ട് പൂവപ്പിക്കും. എന്നിട്ട് ഇങ്ങനെ വലിയ അത്ത എന്നും എനിക്ക് വലിയ അത്തായിരുന്നു ഇടുക. അത്തല്ല വലിയ പൂക്കളം. പൊതുവേ എല്ലാ പൂക്കളത്തിനും എന്താണെന്നറിയില്ല, ഞാനാണോ ഇനി എല്ലാവരും അങ്ങനെ പറയുന്നറിയില്ല. അത്തന്ന് എന്തോ പറഞ്ഞ ശീലമായിട്ട് ഇനി അത്തം തുടക്കത്തിലായതുകൊണ്ടാണോ എന്തോ അറിയില്ല, പൂക്കളിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ രസമായിരുന്നു. പിന്നെ നമ്മളിതാ പുളിയിഞ്ചിക്കുള്ള സാധനങ്ങളൊക്കെ തലേ ദിവസം കുറേ കാര്യങ്ങൾ റെഡിയാക്കി വെച്ചു കേട്ടോ. കാളം കുറുക്കി വെച്ചു, അതേപോലെ തന്നെ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചു. പിന്നെന്താ അതന്നെ ചെയ്തിട്ടുള്ളൂ. ബാക്കി പിന്നെ പച്ചക്കറികളൊക്കെ നുറുക്കി വെച്ചു കേട്ടോ. മെയിനായിട്ടും കിച്ചണിലെ കാര്യങ്ങൾ അച്ഛനും അമ്മയും വീട്ടിലെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇവരുണ്ടെല്ലാം എന്താ പറയുക കഷ്ണങ്ങളൊക്കെ നുറുക്കി എടുത്തു വെച്ചു. പിന്നെ കാളം കുറുക്കിയതും ഉണ്ടാക്കിയതൊക്കെ അച്ഛനായിരുന്നു കേട്ടോ. പുളിഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോട്ടിലുള്ള 2 മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു അച്ചാറും അതേപോലെ തന്നെ പുളിയിഞ്ചിക്ക് രുചി കുറവായിരുന്നു. അതുകൊണ്ട് പിന്നെ പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചു. അത് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ തീരും കേട്ടോ. ഞാൻ നല്ലോണം ഇരുന്നിട്ട് വെറുതെ ആണെങ്കിൽ എനിക്ക് പുളിയിഞ്ചി കഴിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പം നിച്ചോട്ടൻ അച്ഛൻ്റെ ഒക്കെ തീറിയിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ പുറത്തുണ്ട് കേട്ടോ. അപ്പം ഞാൻ പൂവൊക്കെ നുറുക്കി വെച്ചു. കുറേ നമ്മൾ എന്താ പറയുക കിട്ടുന്നില്ല വാടർമുല്ലിനല്ലേ, നുള്ളി പിടിക്കാൻ കുറേ പ്രയാസമാണ്. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് അതൊക്കെ നുള്ളി വെച്ചു. ബാക്കി കുറേ അമ്മ അരിഞ്ഞേരാൻ കൂട്ടിയിട്ടോ. കുറേ മറ്റേ ആ മഞ്ഞപ്പൂ ഓറഞ്ച് പൂവിനും അതിന് വലിയ റേറ്റ് ഇല്ല, അത് കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മുടെ വെള്ള ജമന്തിക്കൊക്കെ പെരും റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഇത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ വൈറ്റ് കളറും അല്ല, നമ്മുടെ ജമന്തി മാത്രമേ കുറച്ച് അധികം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ തന്നെ അത് അരിയാൻ വേണ്ടിയിട്ട് കുറേ സമയം വേണം. അപ്പോൾ ഇതാ കാളനുള്ള കഷ്ണങ്ങളാണ്. കായ അതുപോലെ തന്നെ ചേനയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചതാണ്. ചേനയാണെങ്കിൽ നല്ല എന്താ പറയുക വെന്തുടയണ ചേനയായിരുന്നു കേട്ടോ.
അപ്പോൾ അത് പിന്നെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരുമിച്ചിട്ടിട്ടല്ല. ആ പുളിയിഞ്ചി റെഡിയാക്കി വെച്ചു. നമ്മൾ നേരത്തെ കാണിച്ചത് പുളിയിഞ്ചിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയും കൂടി ചെയ്തു, വീട്ടിൽ നമ്മൾ വന്നപ്പോൾ എന്തൊരു വ്യത്യാസത്തില്ല നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കണേന്ന്. കാരണം ഒന്ന് വയനാടാകുമ്പോൾ ഇപ്പം അമ്മ വയനാട്ടിലേക്കും അച്ഛനും അമ്മയും ഇവിടുത്തെ അച്ഛനും അമ്മയും പാലക്കാട് ആ ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ രണ്ടിൻ്റെ നമ്മളെ പുളിയിഞ്ചി വ്യത്യാസമാണ്. ചേച്ചിയുടെ അവിടെ ആണെങ്കിലും അതും വേറെ മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ നാട്ടിലേക്കും എനിക്കൊന്ന് വ്യത്യാസമുണ്ട് പുളിയിഞ്ചിയിലൊക്കെ. മൂന്നും വീട്ടിലത്തെയും അതേപോലെ തന്നെ ഇവിടുത്തെയും ചേച്ചിയുടെ അവിടുത്തെയും നല്ല വ്യത്യാസമുണ്ട് പുളിയിഞ്ചിയിൽ. ടേസ്റ്റ് ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ. മൂന്നും നല്ല തന്നെയാണ്, പക്ഷേ അതിൻ്റേതായ ഓരോ മാറ്റങ്ങളുണ്ട്. പിന്നെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ എല്ലാ കഷ്ണങ്ങളും തന്നെ നുറുക്കി വെച്ചിട്ടോ. ഞാൻ ആ ഗ്യാപ്പിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കും. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഡിയോസ് എടുക്കണമല്ലോ, അപ്പോൾ അതും കാട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഓരോ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഫുള്ള് എന്താ പറയുക ക്ലീനിങ് ആയിരുന്നു. എന്തായാലും എന്താ പറയുക, കഴിഞ്ഞ ദിവസം തന്നെ എല്ലാം മാറാലൊക്കെ തട്ടിക്കൊട്ടി ജനലൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചതാണ്. അപ്പോൾ ഒന്നും കൂടെ എല്ലാം അടിച്ചൊക്കെ വാരിയിട്ട്, എങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ പൊടികളുണ്ട്, അപ്പോൾ അടിച്ച് വാരിയിട്ട് തുടയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാളേക്ക് ഓണത്തിനൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ എല്ലാം അടിച്ച് വാരി ക്ലീൻ ആക്കിയിട്ടു. പിന്നെ കുറച്ച് കാട് പറിക്കാനുള്ളതൊക്കെ ചെയ്തു. അപ്പോൾ ഏട്ടനാണെങ്കിൽ മുറ്റത്തേമല്ലേ പുല്ല് വെട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടിച്ചു വാരൽ അതിന് ശേഷമേ പറ്റുണ്ടായിരുന്നുള്ളൂ. കാരണം അത് പുല്ല് വെട്ടുമ്പോൾ കുറേ പുല്ല് മുറ്റത്തേക്കൊക്കെ വീണ് പിന്നെ ആ പുല്ല് നമ്മൾ അടിച്ചു വാരി കളയണം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങിയിരിക്കും. പിന്നെ നനഞ്ഞ് ഞാൻ പിറ്റേ ദിവസം നനയ്ക്കുമ്പോൾ നനച്ച് കഴിയുമ്പോൾ അടിക്കാനും കിട്ടാത്തതും കൊണ്ട് അതൊക്കെ കൂടെ വൃത്തിയാക്കണ്ടായിരുന്നു. അങ്ങനെ ഓണത്തിനൊന്ന് ശരിക്കും കിടന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് നിച്ചുവിനെ കിടത്ത് ഉറക്കി അങ്ങനെയൊക്കെ. അതെന്താ അവിടുന്ന് അടിയോ? ഈ കത്രി കണ്ടോ, ഇത് നമ്മളെ പുല്ലിൻ്റെ ഒക്കെ ജസ്റ്റ് സൈഡ് വെട്ടി കൊടുക്കാൻ വേണ്ടി മേടിച്ചാണ്. അന്ന് നമ്മൾ ഈ ലോൺ കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ഈ സൈഡത്തെ പുല്ലൊന്നും പോവില്ല. അപ്പോൾ ആ ജസ്റ്റ് പൊന്നിച്ചാണ് കേട്ടാ, ഒന്ന് മതി കേട്ടാ. ഇതാ വിടുന്നില്ലേ, ആകെ 2 താരേ ഉള്ളൂ. അപ്പോൾ ഈ കത്രിക ഇതിന് 2000 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ 3 ബ്ലേഡാണ്, കുറച്ച് വെറൈറ്റി ആയിട്ടില്ലേ കണ്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പുല്ല് വെട്ടാൻ വേണ്ടി പറ്റും. ആ മിഷനാകുമ്പോൾ നമ്മളെ സൈഡത്തെ പുല്ല് വെട്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു അരികിൽ കൂടുള്ള പുല്ല് വെട്ടണമെങ്കിൽ കത്രിക തന്നെ വേണം, ഇരുന്ന് കൈ കൊണ്ട് വെട്ടണം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ആവശ്യമായത് കൊണ്ട് ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഏട്ടനൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു എന്തോ ലോക്കൽ സാധനം, അതുകൊണ്ട് മുറിയൊന്നുണ്ടായിരുന്നില്ല പുല്ല്. അത് അങ്ങനെയാണ് വെച്ചിട്ട് തീരെ മൂർച്ചയുള്ള സാധനം. ഇതെന്തോ ഷാർപ്പെക്സോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഞാനിനി ഒരു നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം. ഇപ്പോൾ സന്ധ്യ ആയി തുടങ്ങി കണ്ടോ, എന്നെ കേട്ടല്ലേ. അതിലെ വയറ് നോക്കി കട്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പേര് ഷാർപ്പെക്സ് ഹെവി ഡ്യൂട്ടി ഹെഡ് ഷിയർ വിത്ത് ഷാർപ്പ് ബ്ലേഡ്. അതാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക കത്രിക എന്ന് പറയണത്. ഇതേപോലെ 3 ബ്ലേഡായിരിക്കും. ഇപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ ഷാർപ്പെക്സിന് 2 ബ്ലേഡുകളുണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അരിയിൽ ഫാസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്കിവിടെ പുല്ലൊന്ന് വെട്ടാൻ വന്ന അവരുടെ അടുത്ത് ഇങ്ങനത്തെ 2 എണ്ണത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക ഇതിൻ്റെ നമുക്ക് ഹാൻഡിലൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോഡലില്ല. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ എന്തായാലും 3 ബ്ലേഡിൻ്റെ അതേപോലെ തന്നെ 1200 രൂപയ്ക്കൊക്കെ ഉണ്ട്. 9 ഇഞ്ച് ബ്ലേഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 10 ഇഞ്ച് ബ്ലേഡിന് 1300 സംതിങ് ഒക്കെ വരുന്നത്. ഇപ്പം നമുക്ക് 3 ബ്ലേഡ് വരുന്നതും കൊണ്ടാണ് 2000 സംതിങ് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ 1500 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. നല്ല മൂർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക വെട്ടാനാണെങ്കിൽ ഈസി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പണ്ട് മേടിച്ചെന്ന് പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഏട്ടൻ്റെ ഏതോ ഷോപ്പിൽ നിന്ന് എടുത്തിയ 400 സംതിങ് ഒക്കെ ഉള്ളൂ. അത് ഒട്ടും തന്നെ മുറിയാത്തൊരു ബ്ലേഡ്, അല്ലെങ്കിൽ ബ്ലേഡല്ല എന്താ പറയുക കത്രിക, എന്താ പറ്റിയാക്കറിയാം, അങ്ങനത്തെ ഒരു കത്രികയായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യണം എന്നൊക്കെ, ചെടിയൊക്കെ അതൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് ചെടിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും. നമ്മളല്ലാണ്ടുള്ള ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് നിർത്തണേ, അതിനൊക്കെ പറ്റും. നിച്ചൂട്ടിൻ്റെ ബാറ്റ് എവിടെ? ഓ കണ്ടു, അമ്മേ അതോട് TV ഒന്നും തല്ലിപ്പൊട്ടിക്കലടാ ഉണ്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് പുതുതായിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ അല്ല മേക്കപ്പ് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഇടയിൽ സ്കിൻ കെയർ കണ്ടില്ലേ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫൗണ്ടേഷനാണ് കേട്ടോ. കൊണ്ടുപോകാനൊക്കെ ഈസിയാണ്. എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ മെബലൈൻ്റെ ഫിറ്റ് മീ നോർമൽ എവിടെയും ഷോപ്പിലൊക്കെ കിട്ടുന്ന ഫൗണ്ടേഷൻ തന്നെയാണ്.
310 ആണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. എന്താ പറയുക, നല്ല ഫൗണ്ടേഷൻ, അത്യാവശ്യം കവറേജൊക്കെ കിട്ടും, ഫുള്ളല്ലൊരു പകുതി കവറേജൊക്കെ കിട്ടും. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഫൗണ്ടേഷനിലൊന്നാണ്. ഇതിന് മുൻപ് ഞാനത് ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ഒരു സ്ട്രോക്ക് ക്രീമാണ് കേട്ടോ. ഇത് ഫേസസ് കാനഡേൻ്റെ ആണ്. ഇത് വേണമെങ്കിൽ മേടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഫേസ് ഒരു ഗ്ലോ കിട്ടണമെന്നൊക്കെ നമുക്ക് തോന്നില്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര ഗ്ലോ അല്ല, ഒരു ലൈറ്റ് ഒരു ഫേസിലോ ഡിഫറൻസ് ഉണ്ടാവും. എൻ്റെത് ഓൾറെഡി ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഒരു ഗ്ലോ വരാറുണ്ട്. അപ്പോൾ ഇതും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം തോന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത പറ്റും. ഡ്രൈ സ്കിന്നൊക്കെ ഒന്നുകൂടെ അറിയാൻ ചാൻസ് ഉണ്ട് ആ ഒരു ഗ്ലോയെ. അങ്ങനെ അവർക്കൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഇത് നമ്മളുടെ നോർമൽ ഫേസസ് കാനഡേൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല കോമ്പാക്ട് പൗഡർ തന്നെയാണ് കേട്ടോ. എന്താ പറയുക, അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, നല്ല പ്രൊഡക്റ്റാണ്. ഷുഗറിൻ്റെ അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ തന്നെ ഞാൻ വേറൊരു ഷെയ്ഡ് മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഞാൻ വേറൊരു പുതിയ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ബീച്ച് ടർണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ന്യൂഡ് കളർ ഇഷ്ടമുള്ളവർ മാത്രം മേടിച്ചാൽ മതിയേ. എന്താ പറയുക, ഒരു ഓറഞ്ച് അങ്ങനത്തെ ഒരു ടെറാക്കോട്ട ആ ഒരു ഷെയ്ഡൊക്കെ വരില്ലേ, അതേപോലത്തെയാണ്. നല്ല ലിപ്സ്റ്റിക്കാണ്, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. ഒരു മാറ്റ് ഫിനിഷാണ് കേട്ടോ. ഒരു എന്താ പറയുക, ക്രീമി ടെക്സ്ചർ അല്ല, ഒരു മാറ്റ് ലുക്കാണ് നമുക്ക് തരിക. നല്ല ലിപ്സ്റ്റിക്കാണ്, അടിപൊളി സംഭവം ഷുഗറിൻ്റെ. പിന്നെ ഇത് നമ്മുടെ മാമകത്തിൻ്റെ ഒനിയൻ ഷാമ്പു ആണ്. ഇതിൻ്റെ വലിയ ബോട്ടിൽ കേട്ടോ. ഇത് കുഞ്ഞ് സാമ്പിൾ പാക്ക് പോലത്തെ ഒരു പാക്കാണ്. കുഴപ്പമില്ലാത്ത നല്ലൊരു ഷാമ്പു ആണ് ഒനിയൻ ഷാമ്പു എന്ന് പറയണത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു നമ്മുടെ ഐലൈനർ സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഐലൈനറൊക്കെ നമ്മളെ കുഞ്ഞ് കുപ്പിയിൽ വരുന്നതൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ചിലർക്ക് ഇങ്ങനെ വാലിട്ടൊന്നും എഴുതാൻ അറിയില്ല, നമ്മുടെ ആ ഒരു ബ്രഷ് പോലത്തെ വരുമ്പോൾ. പക്ഷേ ഇത് നമുക്ക് കുറച്ചും കൂടെ സ്റ്റഡിയാണ്, ഇതിൻ്റെ ആ ഒരു ടിപ്പില്ലേ ഇത് എഴുതണത്. അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല, നല്ലതാണ്. ഇത് നമ്മുടെ ഷുഗറിൻ്റെ കാജലാണ്. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന കാജലാണ് കേട്ടോ. അതായത് കുറേ നേരം ഇരിക്കും, പെട്ടെന്നൊന്നും അങ്ങനെ മാഞ്ഞു പോവില്ല. നല്ല ഡീപ്പ്, നല്ല കറുത്ത കളർ കണ്ണിന് തരും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സംഭവം. അപ്പോൾ പക്ഷേ ആ ഒരു മേക്കപ്പ് ഞാൻ കുറേ നോക്കിയിട്ടോ. എനിക്കായിട്ട് എന്താ പറയുക, എനിക്ക് എല്ലാ മേക്കപ്പ് സാധനങ്ങളും തീർന്നു പോയപ്പോൾ മേടിച്ചതാണ് കുറേ നല്ലത് നോക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ കാണിച്ചതൊക്കെ അത്യാവശ്യം നല്ല മേക്കപ്പ് പ്രൊഡക്റ്റുകളാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒക്കെ മേടിച്ചത് ഞാൻ പറഞ്ഞില്ല, ആമസോണിൽ നിന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നല്ല സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് ഞാൻ കുറേ അരിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അമ്മ അരിയാൻ കൂടിയെന്ന്. ഇതായത് കൊണ്ട് ഒരുപാടുണ്ട് കേട്ടോ, കുറേ പൂണ്ടായിരുന്നു. പിന്നെ കുറേ എടുത്തിട്ട് അരിഞ്ഞ് ഇതാക്കിയപ്പം കുറച്ച് അമ്മയ്ക്കും വീട്ടിലിടാൻ വേണ്ടിയിട്ട് കൊടുത്തു വിട്ടു. നമ്മൾ ബാക്കിയുള്ള കുറച്ച് പൂണ്ടായിരുന്നേ, അത് എന്തായിരുന്നു മാല കോർത്തിടാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് രസമാണല്ലോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ നമ്മുടെ വാതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ തൂക്കിയിടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്താ പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് അങ്ങനെ തൂക്കിയിടാന്ന് പറഞ്ഞിട്ട് നമ്മളത് കോർത്തുണ്ടാക്കിട്ടോ. കോർത്തുണ്ടാക്കാനായിരുന്നു കുറച്ച് പാട്. കാരണം മിഷ്യൻ്റെ സൂചി ഇഷ്ടം പോലെ ഇരിക്കുന്നു. ഒരു പെട്ടി മിഷ്യൻ്റെ ഇടുന്ന സൂചിൻ്റെ. പക്ഷേ സാധാരണ നമ്മളെ തുന്നുന്ന ആ ഒരു സൂചി ഉണ്ടല്ലോ, അതിവിടെ ഇല്ലായിരുന്നു. ചെയ്തുവോ പുരാതന കാലത്തെ, എനിക്കൊന്ന് 10 വർഷം മുന്നത്തെ ആയിരിക്കും, ഒരു തുരുമ്പ് പിടിച്ച ഒന്നുണ്ടായിരുന്നു, എങ്ങനെയോ തപ്പി കിട്ടിയതാണ്. അതുകൊണ്ട് കോർത്തിട്ടിടാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ആദ്യം ഓണത്തിൻ്റെ ആ ഒരു തലേ ദിവസം തന്നെ ഈ ഒരു സെയിം ഡേ തന്നെ പൂട്ട് വെക്കാനുള്ളൊരു പ്ലാൻ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. 12 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂടാം, പ്രശ്നമില്ല, അതിന് മുന്നേ ഇടരുതെന്നുള്ളൂ. അപ്പോൾ ആ ഒരു 12 മണി 12 മണി കഴിഞ്ഞിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും പണി കഴിഞ്ഞപ്പോൾ ഒരു മടുപ്പായി. അപ്പോഴേക്കും പിന്നെ ഏട്ടനും പറഞ്ഞു ഉറക്കം വന്നു കേട്ടോ. പിന്നെ ഇടാത്തതിന് റീസൺ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ മഴയത്ത് പൂക്കളൊക്കെ അലമ്പായി പോവുമോ, പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗി പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ. അതേപോലെ തന്നെ രാവിലെ ടോപ്പോന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുറന്നു വിടുന്ന സമയത്ത് അവൻ മുറ്റത്ത് കൂടെ 2 ഓട്ടം ഉണ്ട്. അപ്പോൾ ആ 2 ഓട്ടം ഓടിക്കഴിയുമ്പോഴത്തേക്കും പൂക്കളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും രാത്രി വേണ്ട, രാവിലെ ടോബോയ്ക്കൊക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇടാമെന്ന് വെച്ചു കേട്ടോ. അപ്പം പൂക്കൾ മാത്രം ജസ്റ്റ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. എന്നിട്ട് വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. എല്ലാം ഒക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനിയിപ്പോൾ നാളെ രാവിലേക്ക് ഇന്ന് നടക്കില്ല. അപ്പോൾ വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ കുറിക്കുന്നല്ലേ, നമ്മളിങ്ങനെ വെറുതെ പൂവിരിഞ്ഞ് ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ശർക്കര വരട്ടി നാളേക്ക് മേടിച്ചാണ്. അപ്പോൾ വേറൊരു പാക്കും കൂടെ ഉണ്ട് എന്തായാലും. അപ്പോൾ അതൊന്ന് സൈഡിൽ വെച്ചിട്ട് അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു എൻജോയ്മെൻ്റ് ആണല്ലോ, രസമാണല്ലോ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശർക്കര വരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പൂ കോർക്കണ ആ ഒരു സീന്. പിന്നെ ചില പൂവൊക്കെ നല്ലോണം ചീഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ചീഞ്ഞ കിട്ടിപ്പോയി. നമുക്കിങ്ങനെ ഒരുമിച്ച് ഒരു വാരിട്ട് തരില്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പൂക്കളുള്ളത് കൊണ്ട് ഞാനങ്ങോട്ട് ക്ഷമിച്ചു. പിന്നെ പറഞ്ഞിട്ടായില്ല, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലോ. എത്ര പൂവെന്നറിയോ, കുറേ പൂ നമുക്ക് കേടുവന്ന് കള്ളം. അപ്പോൾ അതൊക്കെ പാവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു മണ്ണ് കൂട്ടിയിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പം തൈകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ ഇതാ പൂക്കളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചാണ് കേട്ടോ. മാല കോർത്ത് വെച്ചു. റോസ് നല്ല ഭംഗിയിട്ട് കഴിഞ്ഞിട്ട്
ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ കുറച്ച് റോസ് ഉണ്ടായിരുന്നു, അത് റെഡിയാക്കി വെച്ചു. ആ റോസൊക്കെ മേടിച്ചാൽ കേട്ടോ. മിക്കവാറും നമുക്ക് ആ തിരുവോണത്തിൻ്റെ അന്ന് ഇടാനുള്ള പൂക്കളും എല്ലാം തന്നെ മേടിച്ച് തന്നെയാണ്. അപ്പം ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കിടന്നുറങ്ങി. എന്തായാലും നമുക്കിനി തിരുവോണ ദിവസത്തെ വിശേഷങ്ങളായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. ടാറ്റാ.